ആദ്യം 2 ഇടിയപ്പം ഇഡ്ഡലി വെക്കാം. അതിൽ കത്രിക്ക കോശുമല്ലി നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം ആദ്യം. എന്നുവെച്ചാൽ മുകളിൽ നല്ല എണ്ണ ഉണ്ടാവും. അതുകൊണ്ട് നന്നായി മിക്സ് ആക്കിയിട്ട് പതുക്കെ ഒന്നെടുത്ത് പ്ലേറ്റിൽ ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ നല്ല കുഴച്ച് കഴിച്ചാൽ വാവ്, റിയലി സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഹലോ, വെൽക്കം ബാക്ക് ടു ഷിവൂസ് ആൻഡ് മീനൂസ് കോർണർ. അപ്പോൾ ഇന്ന് സൂപ്പർ കിടിലൻ ചെട്ടിനാട് കത്രിക്ക കോസുമല്ലി, ട്രഡീഷണൽ കോസുമല്ലിയാണ് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ്സ് ബിഗിൻ. കത്രിക്ക കോസുമല്ലി ചെയ്യാനായിട്ട് നമുക്ക് 2 ഉരുളക്കിഴങ്ങ്, 4 കത്രിക്ക എടുത്തിട്ടുണ്ട്. ഈ കത്രിക്കാണ് നല്ല ടേസ്റ്റ് ഉള്ളത്, അതുകൊണ്ട് ചെറുതെടുത്തോളൂ. പിന്നെ 2 സവാള കുഞ്ഞായിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. വലുപ്പം കൂടുതലുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് ബാംഗ്ലൂർ തക്കാളിയാണ്. എരിവിന് വേണ്ടിയിട്ട് ഇങ്ങനെ 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. അപ്പം ഇങ്ങനെ പുളിവെള്ളം എടുത്തിട്ടുണ്ട്. ഈ റെസിപ്പിയിൽ പുളിവെള്ളം മസ്റ്റാണ്. വഴുതനങ്ങയും പിന്നെ ഉരുളക്കിഴങ്ങും നന്നായിട്ട് കുക്കറിൽ വേവിച്ചെടുത്ത് വെക്കാം. ഇതിൽ നമുക്ക് ഉരുളക്കിഴങ്ങിൽ തോല് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിൽ വെക്കാം. അതുപോലെ തന്നെ വഴുതനങ്ങയിലും തോലുണ്ടാവും, ഇങ്ങനത്തെ ചെറിയ നൈസ് തോലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് സ്മാഷ് ചെയ്തെടുക്കാം. ഇങ്ങനത്തെ നാടൻ കത്രിക്കയിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നീല കത്രിക്കയിൽ ഇത് ചെയ്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് തോല് കളഞ്ഞിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇങ്ങനെ തോല് മാറ്റിയെടുക്കുക. ഇനി നമുക്ക് പൊട്ടറ്റോസ് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ പൊട്ടറ്റോസ് സ്മാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വഴുതനങ്ങയും ഒന്നുകൂടി സ്മാഷാക്കി പൊട്ടറ്റോട് ചേർത്ത് വെക്കാം. ഞാൻ കൈ കൊണ്ടാണ് സ്മാഷ് ചെയ്യാൻ പോവുക. സ്മാഷറിൽ അത്രയ്ക്കും ശരിയായിട്ട് സ്മാഷ് ആവില്ല. അതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് ചെയ്യുമ്പോൾ ഇച്ചിരി എളുപ്പത്തിൽ ചെയ്ത് വേഗം മുടിക്കാം. ഒരു പാത്രം വയ്ക്കുക. അതിൽ കുക്കിംഗ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ വെളിച്ചെണ്ണ ചേർക്കുന്നില്ല, അതിന് പകരം കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഇനി ഇതിൽ 3-4 വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കാൻ പോകുന്നില്ല. അതിന് പകരം നമുക്ക് വറ്റൽമുളകും പിന്നെ പച്ചമുളക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇത് മാത്രമാണ് എരിവ് ഇതിൽ. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള കുറച്ച് ട്രാൻസ്പെറൻറ്റ് ആയതിനു ശേഷം നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെ ബാംഗ്ലൂർ തക്കാളി ഒരെണ്ണം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. മിക്സ് ആയതിനു ശേഷം നമുക്ക് 1 സ്പൂണ് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ തക്കാളി വെന്ത് കിട്ടും. അതുകൊണ്ട് ഞാൻ 1-1.25 സ്പൂണ് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. നല്ലതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് ഭയങ്കര ഈസി പൂസി റെസിപ്പിയാണ്. ഈ റെസിപ്പി ദോശ, ഇഡ്ഡലി പിന്നെ ഇടിയാപ്പം എല്ലാത്തിനും നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് ചോറോടോ പിന്നെ ചപ്പാത്തി പൂരിയോടോ അങ്ങനെ കൂട്ടാൻ പറ്റത്തില്ല. ലൈക്ക് ഇഡ്ഡലി, ദോശ, ഇടിയാപ്പം മാത്രം നല്ല കോമ്പിനേഷനാണ്. ഇപ്പോൾ തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നാൽ സവാള നന്നായിട്ട് കുക്കാവും. ചെട്ടിനാട് കോസുമല്ലി എന്ന് പറയുമ്പോൾ അത്രയ്ക്കും ഫേമസ് ആണ്. ചെട്ടിനാട് കോസുമല്ലി കല്യാണ സമയത്തിൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഒരു നല്ല റെസിപ്പിയാണ്. ഞാൻ നിയർലി 2 കപ്പ് ഓഫ് വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്രയും കൂട്ടി കഴിക്കാനുള്ള എത്ര ആൾക്കാരുണ്ടോ അതുപോലെ നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ലിഡിട്ട് ക്ലോസ് ചെയ്ത് നന്നായിട്ടൊന്ന് ബോയിൽ ആവട്ടെ. അപ്പം നല്ല ബോയിലായിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയ പുളി കഷ്ണം ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് വെള്ളത്തിൽ കുതിർത്തിട്ട് ആ വെള്ളം നമുക്ക് ആഡ് ചെയ്താൽ മതി. ഈ പുളിവെള്ളം നമുക്കൊരു 1/4 കപ്പ് ഉണ്ടെങ്കിലും മതി. അതിന് കൂടുതൽ വേണ്ട, ഒരുപാട് പുളിയായി പോവും. ഇനി അടുത്ത് നമുക്ക് കത്രിക്കായും പിന്നെ ഉരുളക്കിഴങ്ങ് നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ കൂട്ടാനും കൂടി ഇതിനകത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പതുക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സാക്കി കൊടുക്കാം. ഇതിൽ നോ മഞ്ഞപ്പൊടി, നോ മുളക് പൊടി, നോ മല്ലിപ്പൊടി. അതില്ലാതെ തന്നെ നമുക്ക് സൂപ്പറായിട്ട് ഒരു നല്ല സൈഡ് ഡിഷ് ചെയ്തെടുക്കാം. ഇത് നല്ല മിക്സാക്കി കൊടുക്കാം. ഇതിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്തതുകൊണ്ട് പെട്ടെന്ന് കറി ഇങ്ങനെ കട്ടിക്ക് കുറുകി വരും. അതുകൊണ്ടാണ്. ഈ സമയം നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളം വേണമെങ്കിൽ അതും കൂടി കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ കുറച്ച് ബോയിലായി കൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടി മിക്സാക്കി കൊടുക്കാം. ഈ കോസ്മലിയിലുള്ള സ്പെഷ്യാലിറ്റി ഉരുളക്കിഴങ്ങും പിന്നെ കത്തിരിക്ക നന്നായിട്ട് സ്മാഷ് ആവണം. അതാണ് ഇതിലെ ടേസ്റ്റ്. ഇങ്ങനെ കടിച്ച് കഴിക്കുന്ന പോലെ ഉണ്ടാവാൻ പാടില്ല. നല്ല ബോയിലായിട്ടുണ്ട്. ഇതുപോലെ നല്ല ബോയിലായി എണ്ണ ചെറുതായിട്ട് ഒന്ന് മാറി വരണം. ഇതാണ് കറക്റ്റ് സ്റ്റേജ്. നല്ല കുക്കായിട്ടുണ്ട്. നല്ല കിടിലൻ അസലായ ചെട്ടിനാട് കത്രിക കോസ്മല്ലി സൂപ്പറാ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണാനെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റി കൊടുക്കാം. ടടാൻ! ഇത് കത്രിക കോസ്മലി റെഡി ആയിട്ടുണ്ട്. ഇത് റിയലി ഗുഡ് ഫോർ ഇഡ്ഡലി, ദോശ, പിന്നെ ഇടിയാപ്പം. അപ്പം ഇന്ന് ഞാൻ ഇടിയാപ്പം ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങളുടെ വീട്ടിൽ ഇടിയാപ്പം ഇങ്ങനെ ഇഡ്ഡലി പോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ സവാളൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഇതാണ് ഒരുപാട് എല്ലാവർക്കും ഇഷ്ടം. ഇഡ്ഡലി പോലെ ഉണ്ടാവും. ആദ്യം 2 ഇടിയാപ്പം ഇഡ്ഡലി വെക്കാം. അതിൽ കത്രിക കോസ്മലി നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം ആദ്യം. എന്നുവെച്ചാൽ മുകളിൽ നല്ല എണ്ണ ഉണ്ടാവും. അതുകൊണ്ട് നന്നായി മിക്സ് ആക്കിയിട്ട് പതുക്കെ എടുത്ത് പ്ലേറ്റിൽ ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ നല്ല കുഴച്ച് കഴിച്ചാൽ റിയലി സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പം എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.